ഓ ഇന്നത്തെ കളി ആകെ ചട്ടച്ച കളിയാ തോന്നുന്നുട്ടാ. ഹലോ ചുള്ളമാരെ, വെൽക്കം ബാക്ക് ടാ. നമ്മളത്തെ അങ്ങനെ വീണ്ടും ബി ആർ ആയിട്ട് വന്നേക്കണാണ്. ബി ആർ കളിച്ച് ഞാൻ ബി ആറിൽ വലിയ മേധാവിയാവും തോന്നുന്നുണ്ടാ. എനിക്കറിയില്ലേ, പക്ഷെ നോക്കുന്ന എത്ര കില്ലെടുക്കാൻ പറ്റുന്നുണ്ടാ. നമ്മൾ പഴയ പോലെ അല്ല. എനിക്കൊരു ഇച്ചയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ മോശം പ്ലെയർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നൂബ് ലെവലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലേ. ഓ എങ്ങനെയുണ്ട് നമ്മുടെ കളിയൊക്കെ കണ്ടിട്ട് പറഞ്ഞ നിങ്ങൾ? ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾ പറയല്ലേ നല്ലത്. അല്ലേ, നിങ്ങൾ പറയണതല്ലേ നല്ലത്. ഞാൻ പറയണതിൽ തെറ്റുണ്ടാ ഉണ്ടെങ്കിൽ പറയണട്ടാ. നമ്മളങ്ങനൊന്നും ഇങ്ങനെ എന്താ പറയുക, ആ പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മളങ്ങനെ നല്ല അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത പ്രശ്നക്കാരനാണ് ഞാൻ. ഇതിപ്പോൾ ഏതൊരു ഗുഹയ്ക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ള കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒരു ABCD ഇല്ല. ഗണ്ണിൻ്റെ ഒരു 5 പൈസയുടെ ഗണ്ണില്ല എൻ്റെ കയ്യിലിട്ടാ. എന്താവും ഏതാവുന്നൊന്നും ഒരു പിടുത്തില്ല. ഇപ്പോൾ ഒരു ഭാഗ്യം ആരുമില്ല. ഞാൻ എന്തിനാണ് ഈ ഔട്ട് ഓഫ് ഇത് പോണേ? ഗണ്ണ് പരമാവധി എടുത്തിട്ട് ലൂട്ടിയിട്ട് സ്ഥലം വിടാൻ നോക്കാച്ചുള്ള, അല്ലെങ്കിൽ പണി പാളും. പെട്ടച്ച് പൊക്കോ, അത് നല്ലത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബീക്കിൽ ഇറങ്ങിയ പോലെ ഇപ്രാവശ്യം ഇറങ്ങണില്ല കേട്ടാ. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കൊന്നും അറിയില്ലല്ലോ എന്തിട്ട് സംഭവം. ഈ സാധനം ഉണ്ടല്ലോ, ഇതിൽ പോയ പരമാവധി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലുള്ളതില് നമുക്കെല്ലാം വേണ്ടത് ബാഗ് ഫുള്ളാകുമോ? എന്തായി? ബാഗ് ഫുള്ളായി. ഓക്കെ, നോ പ്രോബ്ലം. അയ്യോ, ആ വഴി ഇറങ്ങിയ ചിലപ്പോൾ അലക്കി പോയനെ ഞാൻ. ചേട്ടാ ഇവിടെ ഒറ്റ റോപ്പ് വേ ഒന്നും ഇല്ല. ഇത് എന്തൊട്ട് നഗരസ്റ്റത് നരകം പിടിച്ച സ്ഥലമാണല്ലോ. ഇപ്പം ഞാൻ അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകണമെന്നാണ് ഇപ്പം നിങ്ങളൊക്കെ പറയണല്ലേ. അല്ലാണ്ട് ഇപ്പം എത്തിട്ട് ചെയ്യാം, വളഞ്ഞു തിരിഞ്ഞ് ഓടന്നെ. പക്ഷെ ഇതൊരു വിജലംബിച്ച സ്ഥലമാണ് കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറയാലോ. ഞാൻ അങ്ങനെ അഹങ്കാരം കൊണ്ട് പറയല്ല. ഒരുമാതിരി വിജലംബിച്ച സ്ഥലമാണ്. നിങ്ങൾക്ക് ഇത് കാണാല്ലേ? ഞാൻ പറയണത് ശരിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേ. നിങ്ങൾ എന്താണ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? എന്തെങ്കിലുമൊക്കെ പറയിഷ്ട. ഇങ്ങനെ പറയാതിരിക്കില്ല കേട്ടാ. അതൊക്കെ വലിയ വിഷമത്തിനിട്ടാവും. എന്തായാലും ഒന്ന് കമൻ്റൊക്കെ ഇട്. ഒന്നിനും പറ്റിയ സബ്സ്ക്രൈബെങ്കിലും ചെയ്യിച്ചു. അല്ല, നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ. പക്ഷെ ഇവിടെ എവിടെ ഒരു ഗംഭീര ഫൈറ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് എവിടുന്നോ ആ മണിനാഥം എൻ്റെ കാതുകളിൽ കണ്ട്. ഞാൻ അവനെ കണ്ടടാ. അവിടെ ഗ്ലൂ വാളിൻ്റെ പെരുമഴയാണ്. എൻ്റെ പൊന്നെ, പെട്ടാ ഞാൻ. മണ്ടത്തരായേ കാണിച്ചത്. ഫൈറ്റ് എടുക്കണ കണ്ട. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ പോണില്ല കേട്ടാ ഒട്ടും. ഓ എന്നെ അല്ലക്കിടാ, അല്ലക്കിടാ അല്ലക്കി. ഞാൻ റിവൈവ് ആവും. ഐ വിൽ കം ബാക്ക് ബ്രോ. ഇത്ര നേരം കഷ്ടപ്പെട്ട് കളിച്ചതൊക്കെ വെറുതെ തോന്നുന്നുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് പക്ഷെ എന്തിട്ടാണ് അവസ്ഥ? അത് ഇങ്ങോട്ട് വന്നില്ല, ആ സാധനം ഇങ്ങോട്ട് വന്നില്ല. നമുക്ക് ആകെ മൊത്തം സീൻ കോൺട്രാ തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ കളി ഫെയിലായാലും വീണ്ടും കളിക്കും നമ്മൾ. അങ്ങനെ ഇപ്പം ഈ കുട്ടനെ തോൽപ്പിക്കാൻ നിങ്ങൾ വളർന്നിട്ടിട മക്കളെ. അവൻ തന്നെ വീണ്ടും കൊന്നല്ലോ. ജാതി ചടച്ച കളിയില്ലല്ലോ. എല്ലാം തീർന്ന.
ഇങ്ങനെ എങ്ങനെ ശരിയാണ്? ഭാഗ്യം, മൈനസ് ആവാഞ്ഞ ഭാഗ്യം. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ഇറങ്ങും. നമ്മൾ ഇപ്രാവശ്യം പീക്കിൽ തന്നെ ഇറങ്ങാൻ പോകണം. എന്തുണ്ടാവും അറിയാലോ. പീക്ക് മീൻസ് ഇവിടെ എവിടെയെങ്കിലും മിഡിലായിട്ട് ഇറങ്ങാം, ഇറങ്ങി ഫൈറ്റ് എടുക്കാം. ചാവണമെങ്കിൽ ചാവട്ടെ. ക്ഷത്രിയന്മാർ എന്താ പറയുക, അങ്ങനെ തോറ്റ് പിന്മാറുന്ന ആൾക്കാരൊന്നല്ല. ക്ഷത്രിയക്കാരാണ് ഞങ്ങളൊക്കെ. ക്ഷത്രിയക്കാണ്, കൊന്ന കളയും. എവിടെയാണ് അവർ ഇറങ്ങുന്നത്? ഈ നട്ടുഭാഗത്തായിട്ട് ഇറങ്ങണ്ട നമുക്ക്. ഞാനവിടെ ക്ലിക്ക് ചെയ്ത അവിടെ പോയിട്ട് ഞാൻ വരുന്നുണ്ടല്ലേ ബാക്കില്. എടുത്ത് പെട്ടക്കന്നേട്ടം നല്ലത്, അല്ലാണ്ട് വേറെ രക്ഷയില്ല. കാരണം എന്താണെന്നറിയോ, കിട്ടിയതെടുത്ത് ഗണ്ണൊക്കെ എടുത്ത് പെട്ടയ്ക്കാൻ നല്ലത്. എത്ര കില്ലടിക്കാൻ പറ്റും നോക്കട്ടെ. ഒരാളിത് അവിടെ ഇറങ്ങിയേക്കണ കണ്ടു ഞാൻ. അതിപ്പം മിക്കവാറും ഞാൻ വടിയാവാളതാണ്. വേസ്റ്റ് ഗെയിമാവും അത്. തേങ്ങയുടെ മൂട് വലിയ ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇറങ്ങിയതാണ്. അവസാനം പണി പാടൂ രമണ. അവൻ അല്ലക്കിയ കളഞ്ഞില്ലേ പാരച്ചൂട്ടിൽ ഇറങ്ങുമ്പോഴേക്കും. ഇതിവിടെ ഉണ്ട് കേട്ടോ ഒരാള്. നമുക്ക് ഇത് തന്നെ കയറി പോവാം. പക്ഷെ കാണാലേടാ, എവിടെയാണ്? ഗ്ലൂ വാളിട്ട് മറിച്ചാൽ കാണാം. വെപ്രാളത്തില് വീട്ടില് ചതിച്ചെന്നെ ഒരു കില്ലെടുത്തിട്ട്. പക്ഷേ ഇന്നത്തെ കളി ആകെ ചട്ടച്ച കളിയാ തോന്നുന്നുട്ടാ. വിചാരിച്ച പോലെ കില്ലെടുക്കാൻ പറ്റിയില്ലേ. ഇതെന്തത്? ഒരു ഗണ്ണ് പോലും ഇല്ല ആശാനേ. ചാട്ടച്ച കളി എന്ന് പറഞ്ഞാണ്ടല്ലോ, ചാട്ടച്ച കളിയാണ്. ഒരു രക്ഷയില്ല. ഞാൻ തേങ്ങണ പൊടിച്ചു ഒരു രക്ഷയില്ലേ. അയ്യോ എന്നിട്ട് പറയാ, നാകെ ഫ്ലോപ്പ് കളിയുണ്ടാ. സാരല്ലേ, നമുക്ക് അടുത്ത കളി വീണ്ടും പിടയ്ക്കട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരട്ടാ. അപ്പൊ ശരി എന്നാ, ഓക്കെ.